പാറശാല ഷാരോൺ വധക്കേസിൽ ക്രൈംബ്രാഞ്ച് അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതി ഗ്രീഷ്മ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ലെന്നായിരുന്നു ഗ്രീഷ്മയുടെ വാദം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചേരുന്നു. ബൽറാം, എന്ത് ഹർജിയിൽ പ്രധാന ഉള്ളടക്കം എന്തായിരുന്നു ഗ്രീഷ്മയുടെ പ്രധാന ആവശ്യം? കോടതി മുൻനിർത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുഹൈല്, പാറശാല ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മ നൽകിയ ഹർജിയിലാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഈ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. കേസിലെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഗ്രീഷ്മ. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായി അധികാരമില്ല എന്നായിരുന്നു ഈ ഹർജിയിൽ വാദമായി ഉന്നയിച്ചിരുന്നത്. ഒപ്പം തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് മാത്രമേ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിയൂ എന്നാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇക്കാര്യമാണ് സുപ്രീം കോടതിയും തള്ളിയിരിക്കുന്നത്. നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഹൈക്കോടതിയും ഈ ആവശ്യം തള്ളുകയായിരുന്നു. റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതിയും നേരത്തെ തള്ളിയിരുന്നു. തുടർന്നാണ് സുപ്രീം കോടതിയിൽ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ബൽറാം, ഇപ്പോൾ ഈ കേസിന്റെ വിചാരണ ഘട്ടം എങ്ങനെയാണ്? വിചാരണ തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇതിന്റെ മറ്റു നിയമപരമായ വിശദാംശങ്ങൾ? കഷായം ചലഞ്ചും ജ്യൂസ് ചലഞ്ചുമായ ഒരു യുവാവിനെ വിഷം നൽകി കൊന്ന കേസ്, ഷാരോൺ വധക്കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു. ഷാരോൺ വധക്കേസിൽ ക്രൈംബ്രാഞ്ച് നൽകിയ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇപ്പോൾ ജാമ്യത്തിലുള്ള പ്രതി ഗ്രീഷ്മ സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ ഈ കേസ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് ഇത്തരത്തിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ അവകാശമില്ലെന്നും സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കാണ് ഇതിന് അധികാരമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗ്രീഷ്മ സുപ്രീം കോടതിയെ സമീപിച്ചെന്നാൽ ഈ കേസിൽ ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് തിരിച്ചടിയേറ്റിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് മേധാവി സമർപ്പിച്ച റിപ്പോർട്ട് അത് നിയമസാധുതയുള്ളതാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രീഷ്മ സമർപ്പിച്ച ഹർജി ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. കേസ് ഇപ്പോൾ വിചാരണ ഘട്ടത്തിലാണ്. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.